Hi everyone, welcome to Arma Vibes Grammar Class Day 7. ഇന്നത്തെ ടോപ്പിക് എന്താണെന്നറിയോ? കുട്ടികൾക്കും മുതിർന്നവർക്കും വളരെ യൂസ്ഫുൾ ആയ ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്കൂൾ ഗോയിങ് സ്റ്റുഡൻസ്, കോളേജ് ഗോയിങ് സ്റ്റുഡൻസ്, PSC കാൻഡിഡേറ്റ്സ്, അതുമാത്രമല്ല ഇംഗ്ലീഷിൽ തെറ്റുകൂടാതെ സംസാരിക്കണമെങ്കിൽ, ഒന്ന് വൃത്തിയായി എഴുതണമെങ്കിൽ, അത് പെർഫെക്റ്റ് ആക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, അതാണ് ടെൻസ്. What is tense? Which are the different kinds of tense? Let's move to the video. Tense is known as time of action. Tense എന്ന് പറഞ്ഞാൽ എന്താണ്? Tense is accurately defined as the form of a verb that indicates the time of an action. ഒരു ആക്ഷൻ നടക്കുന്ന സമയം അത് പാസ്റ്റിലാണോ, പ്രസൻറ്റിലാണോ, ഫ്യൂച്ചറിലാണോ, ഇതാണ് ശരിക്കും ടെൻസ്. ടെൻസ് is divided into 3. Present tense, past tense and future tense. ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയി പഠിക്കാം. ഫസ്റ്റ് വൺ, present tense. Present tense is divided into 4 kinds. ഏതൊക്കെയാണ് നോക്കാം. ആദ്യം നമുക്ക് എക്സാമ്പിളിലൂടെ പഠിച്ചാലോ. ഇതാണ് ഇൻഡക്റ്റീവ് മെത്തേഡ് ഓഫ് ടീച്ചിങ് ഗ്രാമർ എന്ന് പറയുന്നത്. എക്സാമ്പിളിൽ നിന്ന് റൂളിലേക്ക് പോകാം. I brush my teeth every day. ഇവിടുത്തെ വേർബ് ഏതാണ്? ബ്രഷ്. ദി സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. ഇവിടുത്തെ വേർബ് റൈസസ്. ടുമോറോ ഇസ് എ വർക്കിംഗ് ഡേ. ഇവിടുത്തെ വേർബ് ഇസ്. ഇസ് എന്ന് പറയുന്നത് ശരിക്കും ഹെൽപ്പിംഗ് വേർബാണ്, ഓക്സിലറിയാണ്. ഇനി ഇത് നോക്കിക്കേ, എല്ലാ വേർബും പ്രസൻറ്റ് ഫോമിലാണ് എഴുതിയിരിക്കുന്നത്. പ്രസൻറ്റ് ഫോം എന്ന് പറഞ്ഞാൽ വേർബിൻ്റെ ആദ്യത്തെ ഫോം, വേർബ് നമ്പർ 1. ഇതിനെയാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എന്ന് പറയുന്നത്. വേർബ് നമ്പർ അല്ലെങ്കിൽ വേർബ് നമ്പർ 1 ഓർ പ്രസൻറ്റ് ഫോം എന്താണെന്ന് നോക്കാം. വേർബ് നമ്പർ 1, 2 ആൻഡ് 3. നമുക്ക് ഒരു വേർബ് എടുത്തു കഴിഞ്ഞാൽ ആ വേർബിന് 3 ഫോംസ് ഉണ്ടാവും. അതിൽ പ്രസൻറ്റ് ഫോം എന്ന് പറയുന്നത് ഈറ്റിൻ്റെ ആണെങ്കിൽ ഈറ്റ് അല്ലെങ്കിൽ ഈറ്റ്സ്. ഈറ്റ് ഈസ് യൂസ്ഡ് വിത്ത് പ്ലൂറൽ. ദേ ഈറ്റ്. ഈറ്റ്സ് എന്ന് പറയുന്നത് സിംഗുലർ വേർബാണ്, സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഷീ ഈറ്റ്സ് എന്ന് പറയും, ദേ ഈറ്റ്, വി ഈറ്റ്, ഹി ഈറ്റ്സ്. ഇനി ഇതിൻ്റെ എല്ലാം വേർബ് നമ്പർ 2 എന്ന് പറയുന്നത് 8 ആണ്. വേർബ് നമ്പർ 3 മീൻസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ, ഈറ്റൺ. ഇതുപോലെ എല്ലാ വേർബ്സിനും 3 ഫോംസ് ഉണ്ടാവും. ഇതിലെ ആദ്യത്തെ ഫോം വേർബ് നമ്പർ 1 ആണ് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ യൂസ് ചെയ്യുന്നത്. വേറെ ഒരു വേർബ് ഫോംസും ഇതിൽ യൂസ് ചെയ്യാൻ പാടില്ല. പ്രസൻറ്റ് ടെൻസിലെ നമ്മൾ 4ആയിട്ട് തിരിച്ചല്ലോ. അതിൽ പ്രസൻറ്റ് ടെൻസിലെ ഫസ്റ്റ് വൺ ആണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് denotes habitual action, universal truth or fact or nearby planned future. ഇതെന്താണെന്ന് നോക്കാം. ഇതിലിപ്പോൾ I brush my teeth every day. ഇതിലെ ബ്രഷ് നോക്കൂ. ഇതിലേതാണ്, ഏത് വേർബ് ഫോമാണ്? വേർബ് നമ്പർ 1, അതായത് പ്രസൻറ്റ് ഫോം ഓഫ് ദ വേർബാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു ആക്ഷനാണ്, അതിനാൽ ഇതിനെ ഹാബിച്വൽ ആക്ഷൻ എന്ന് പറയും. അതുപോലെ ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. ഇവിടെ എന്താണ്? റൈസസ് എന്ന് പറയുന്നത് വേർബ് നമ്പർ 1, അതായത് പ്രസൻറ്റ് ഫോം ഓഫ് ദ വേർബാണ്, സിംഗുലറാണ്, അതാണ് റൈസസ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ എന്താണത്? ഇത് ഒരു യൂണിവേഴ്സൽ ട്രൂത്താണ് അല്ലെങ്കിൽ ഫാക്റ്റാണ്. ടുമോറോ ഈസ് എ വർക്കിംഗ് ഡേ. ഇത് ഓൾറെഡി പ്ലാൻഡ് ഫ്യൂച്ചറാണ്, നിയർ ബൈ ആണ്, തൊട്ടടുത്ത കാര്യമാണ്. അപ്പോൾ ഇതിനെയെല്ലാം നമ്മൾ എന്ത് പറയും? ഇതിനെയാണ് നമ്മൾ ശരിക്കും സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എന്ന് പറയുന്നത്. പ്രസൻറ്റ് ടെൻസിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. അത് ഇങ്ങനെയുള്ള കേസസിലാണ് യൂസ് ചെയ്യുന്നത്. സോ വൺസ് അഗെയിൻ, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് ഹാബിച്വൽ ആക്ഷൻ, യൂണിവേഴ്സൽ ട്രൂത്ത് ഓർ പ്ലാൻഡ് ഫ്യൂച്ചർ. ഇതിൽ 3 എക്സാമ്പിൾസും ഓരോന്നിനെ സൂചിപ്പിക്കുന്നു. പ്രസൻറ്റ് ടെൻസിൽ അടുത്തത് ഏതാണെന്ന് നോക്കാം. I am writing now. At this moment, she is walking. At present, they are running. ഇവിടുത്തെ വേർബ്സ് ഏതൊക്കെയാണ്? am writing, is walking, are running. ഇത് 3ഉമാണ്. ഇതിനെയാണ് നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് is an action which is going on at the time of speaking. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ആക്ഷനെയാണ് നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫോമാറ്റ് എന്ന് പറയുന്നത് നമുക്ക് ആമോ, ഈസോ, ആറോ ഉപയോഗിച്ചിട്ട്
ഒരു വേർബിൻ്റെ ING ഫോം യൂസ് ചെയ്യണം. റൈറ്റിംഗ്, വാക്കിംഗ്, റണ്ണിങ് എക്സെട്ര. ഇതാണ് ശരിക്കും പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഒരു കണ്ടിന്യൂസ് ആക്ഷൻ അല്ലെങ്കിൽ പ്രോഗ്രസീവ് ആക്ഷൻ ആയിരിക്കണം. ഈ ഒരു ഫോമാറ്റ് തന്നെ ഫോളോ ചെയ്യണം. ആം ഐയുടെ കൂടെയും ഈസ് സിംഗുലറും ആർ പ്ലൂറലിൻ്റെ കൂടെയും യൂസ് ചെയ്യുന്നു. ഈ എക്സാമ്പിൾസ് നോക്കിക്കേ. I have already completed my work. She has already done the homework. ഇവിടുത്തെ വേർബ്സ് ഏതൊക്കെയാ? Have completed, has done. What is special for this? ഇതിൽ have യൂസ് ചെയ്തിട്ടുണ്ട്, ഒന്നിൽ has യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ completed, done. ഇത് രണ്ടും വേർബിൻ്റെ ഏത് ഫോമാ? വേർബ് നമ്പർ 3, ദാറ്റ് ഇസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഇങ്ങനെ യൂസ് ചെയ്യുന്നതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. സോ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഡിനോട്ട്സ് ആൻ ആക്ഷൻ വിച്ച് ഇസ് ഓൾറെഡി കംപ്ലീറ്റഡ്. ഒരു കംപ്ലീറ്റഡ് ആക്ഷനെ സൂചിപ്പിക്കുന്നതാണ് ശരിക്കും പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഹാസ് സിംഗുലറിൻ്റെ കൂടെയും ഹാവ് പ്ലൂറലിൻ്റെ കൂടെയും യൂസ് ചെയ്യാം. പക്ഷേ വേർബ് നമ്പർ 3 തന്നെ ആയിരിക്കണം. സോ ദിസ് ഇസ് കോൾഡ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഇതിൽ പലർക്കും തോന്നുന്ന ഡൗട്ടാണ്, ഇവിടെ ഐ അല്ലേ, ഐ സിംഗുലർ അല്ലേ, പിന്നെ ഇങ്ങനെ ഹാവ് വന്നു. ഐയുടെ മാത്രം ഒരു സ്പെഷ്യാലിറ്റിയാണ് ഇങ്ങനെ യൂസ് ചെയ്യുന്നത്. ബാക്കി നോർമൽ കേസിൽ ഇപ്പോൾ ദേ ഹാവ്, വി ഹാവ്, യു ഹാവ്. പക്ഷേ ഹാസ് യൂസ് ചെയ്യുന്നത് ഷീ ഹാസ്, ഹീ ഹാസ്, രാം ഹാസ് എക്സെട്ര. നെക്സ്റ്റ് വൺ, I have been working in the school for 5 years. She has been studying in this college since 2024. Verbs നോക്കിക്കേ. Have been working, has been studying. എന്താണ് സ്പെഷ്യാലിറ്റി? കുറേ നാളായിട്ട് ഇവിടെ വർക്ക് ചെയ്ത് വരികയാണ്, അല്ലെങ്കിൽ സ്റ്റഡി ചെയ്ത് പഠിച്ചു വരികയാണ്. ഓക്കെ, ഇത് ഫസ്റ്റ് എക്സാമ്പിൾ നോക്കിയേ. For 5 years, 5 വർഷമായിട്ട് ഞാൻ ഈ സ്കൂളിൽ വർക്ക് ചെയ്തു വരുന്നു. ദാറ്റ് മീൻസ് ആൻ ആക്ഷൻ സ്റ്റാർട്ടഡ് ഇൻ ദ പാസ്റ്റ് ആൻഡ് ഇസ് സ്റ്റിൽ കണ്ടിന്യൂയിങ്. പാസ്റ്റിൽ ഒരു ആക്ഷൻ സ്റ്റാർട്ട് ചെയ്തു, ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്തു പോകുന്നു. ഇത് തന്നെയാണ് നെക്സ്റ്റ് എക്സാമ്പിളിലും പറയുന്നത്. സോ ദിസ് ഇസ് കോൾഡ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇതിനെ പ്രസൻറ്റ് പെർഫെക്റ്റ് പ്രോഗ്രസീവ് ടെൻസ് എന്നും പറയും. ഇത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാനുള്ളത്, ഒന്നുകിൽ ഇതിൽ സിൻസ് ഉണ്ടാവും അല്ലെങ്കിൽ ഫോർ ഉണ്ടാവും. ഫോർ ഈസ് യൂസ്ഡ് ഫോർ പീരിയഡ് ഓഫ് ടൈം. ഒരു പർട്ടിക്കുലർ പീരിയഡ് ഓഫ് ടൈം പറയാനാണ് ഫോർ യൂസ് ചെയ്യുന്നത്. സിൻസ് എന്ന് പറയുന്ന ഒരു പോയിൻ്റ് ഓഫ് ടൈമാണ്, ഏതു മുതൽ എന്ന് പറയാനാണ് നമ്മൾ സിൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ എക്സാമ്പിൾസ് ആണ് എഴുതേണ്ടത്. ഇത് ഒരു ആക്ഷൻ സ്റ്റാർട്ട് ചെയ്തു, ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള കേസിലാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഹാവ് പ്ലൂറലും ഹാസ് സിംഗുലറുമാണ്. നെക്സ്റ്റ് വൺ, പാസ്റ്റ് ടെൻസ്. പാസ്റ്റ് ടെൻസിലും ഇതുപോലെ 4 kinds ഉണ്ട്, 4 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. I wrote a letter yesterday. She went to her uncle's house last week. ഇതിലെ പാസ്റ്റ് ആണെന്ന് എങ്ങനെ മനസ്സിലാവും? യെസ്റ്റർഡേയും ലാസ്റ്റ് വീക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് കഴിഞ്ഞു പോയ ആക്ഷൻ ആണെന്ന് പെട്ടെന്ന് മനസ്സിലാകും. ഇനി ഇതിലെ വേർബ് നോക്കിയേ. റോട്ട്, വെൻറ്റ്. ഇതിനെയാണ് ശരിക്കും സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. ഇവിടെ ഏത് വേർബാണ് യൂസ് ചെയ്തിരിക്കുന്നത്? വേർബ് നമ്പർ 2 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഈസ് ആൻ ആക്ഷൻ ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ്. പാസ്റ്റിൽ നടന്ന ഒരു ആക്ഷനെ സൂചിപ്പിക്കുന്നതാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. നമ്മൾ യെസ്റ്റർഡേ എന്നോ ലാസ്റ്റ് വീക്ക് എന്നോ ലാസ്റ്റ് മന്ത് എന്നോ എന്തെങ്കിലും ഒരു സൂചന ഇതിലുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് എഴുതണം? വേർബ് നമ്പർ 2 ആണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്, പാസ്റ്റിൽ നടന്നൊരു ആക്ഷൻ. നെക്സ്റ്റ് വൺ, when I went to her house, she was sleeping. When I entered the stadium, the children were playing. ഇവിടുത്തെ ആക്ഷൻസ് നോക്കിയേ. was sleeping, were playing. ഇത് രണ്ടും ഒരു കണ്ടിന്യൂസ് ആക്ഷനാണ്, അതും പാസ്റ്റിലെ. ഇതിനെയാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത്. ഇവിടെ 2 ആക്ഷൻസ് ഉണ്ട്. when I went to her house, she was sleeping. ഞാനവിടെ പോയി. when I went to her house അതൊരു ആക്ഷൻ, she was sleeping മറ്റൊരു ആക്ഷൻ. ഈ 2 ആക്ഷൻസും നടക്കുന്നത് ഒരേ സമയം. I went എന്നുള്ളത് പോയി, അത് കംപ്ലീറ്റഡ് ആക്ഷനാണ്. was sleeping എന്നുള്ളത് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു ആക്ഷനാണ് സൂചിപ്പിക്കുന്നത്. ഇതിൻ്റെ ഫോമാറ്റ് എന്ന് പറയുന്നത് was അല്ലെങ്കിൽ were യൂസ് ചെയ്യണം. was സിംഗുലറും were പ്ലൂറലുമാണ്. was ഓർ wereൻ്റെ കൂടെ
ING ഫോം ഓഫ് ദ വേർബും നമ്മൾ യൂസ് ചെയ്യണം. ഇതിനെയാണ് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഫോം എന്ന് പറയുന്നത്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. നെക്സ്റ്റ് വൺ, വെൻ ഐ റീച്ച്ഡ് ദ റെയിൽവേ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാഡ് ഓൾറെഡി ലെഫ്റ്റ്. ഈ സെൻറ്റൻസിൽ 2 ആക്ഷൻസ് ഉണ്ട്. ഇതിലേതാണ് ആദ്യം നടന്ന ആക്ഷൻ? ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്. ട്രെയിൻ പോയി കഴിഞ്ഞു. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ട്രെയിൻ പോയി കഴിഞ്ഞു. ട്രെയിൻ പോയതാണ് ആദ്യത്തെ ആക്ഷൻ. രണ്ടാമത് നടന്ന ആക്ഷനാണ് റീച്ച്ഡ് ദ റെയിൽവേ സ്റ്റേഷൻ. ഇതിനെയാണ് ശരിക്കും പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. 2 ആക്ഷൻസ് നടക്കുന്നു. അതിൽ ആദ്യത്തെ ആക്ഷനിൽ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ഫോമാറ്റ് യൂസ് ചെയ്യുന്നു. അതായത് ഹാഡിൻ്റെ കൂടെ വേർബ് നമ്പർ 3. വേർബ് നമ്പർ 3 ഏതാണ്? പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഇതാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. 2 ആക്ഷൻസ് ഉണ്ടാവും. അതിൽ ഏർലിയർ പാസ്റ്റ്, അതായത് ആദ്യം നടന്ന ആക്ഷനാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ഫോം യൂസ് ചെയ്യുന്നത്. ദിസ് ഈസ് കോൾഡ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. നെക്സ്റ്റ് വൺ, he was tired because he had been running for miles. Some more examples. I had been studying for hours before the exam. They had not been playing football. By the time we arrived, they had been waiting for 2 hours. ഇത് ഏത് ടെൻസാണ്? He was tired because he had been running for miles. Look at this verb, had been running. ഹാഡ് ഉണ്ട്, ബീൻ ഉണ്ട്, ING ഫോം ഉണ്ട്. അതുപോലെ ഫോറോ സിൻസോ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഇവിടെ 4 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ദിസ് ഈസ് കോൾഡ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അതായത് ആൻ ആക്ഷൻ സ്റ്റാർട്ടഡ് ഇൻ ദ പാസ്റ്റ് ആൻഡ് വാസ് കണ്ടിന്യൂയിങ് ഫോർ സം ടൈം ഇൻ ദ പാസ്റ്റ് ഇറ്റ് സെൽഫ്. പാസ്റ്റിൽ തന്നെ ഒരു ആക്ഷൻ തുടങ്ങി പാസ്റ്റിൽ തന്നെ ഏതോ ഒരു സമയം വരെ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിനെയാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ എക്സാമ്പിൾസ്. ഹാഡ്, ബീൻ, ING ഫോമാണ് ഇതിൻ്റെ ഫോമാറ്റ്. ആൻഡ് ദ തേർഡ് വൺ ഇസ് ഫ്യൂച്ചർ ടെൻസ്. ലുക്ക് അറ്റ് ദീസ് എക്സാമ്പിൾസ്. ഐ ഷാൽ ടെൽ ദ ട്രൂത്ത്. ഷീ വിൽ കം ടുമോറോ. ഇതിലെന്തൊക്കെയാണ്? ഷാൽ ടെൽ, വിൽ കം. ഷാൽ അല്ലെങ്കിൽ വിൽ യൂസ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ വേർബ് നമ്പർ 1 ചേർക്കണം. ഇപ്പോൾ ഷാലോ വില്ലോ യൂസ് ചെയ്യാം. ഷാൽ എല്ലാ സ്ഥലത്തും നമ്മൾ യൂസ് ചെയ്യാറില്ല. ഐ, വി, യു ഇങ്ങനെയുള്ള കേസസിലാണ് സാധാരണ ഷാൽ യൂസ് ചെയ്യുന്നത്. പിന്നെ വില്ല് എല്ലാ സ്ഥലത്തും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഷാലോ വില്ലോ ചേർത്തിട്ട് അതിൻ്റെ കൂടെ പ്രസൻറ്റ് ഫോം ഓഫ് ദ വേർബാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ടെൽ, കം, എക്സെട്ര. അല്ലാതെ ഇതിന് മറ്റൊരു ഫോം ഇല്ല, ഫ്യൂച്ചർ ഫോം ഇല്ല. So this is called simple future tense. Simple future tense denotes an action which will happen in future. ഭാവിയിൽ നടക്കാനിരിക്കുന്ന ഏതെങ്കിലും ഒരു സാഹചര്യത്തെ സൂചിപ്പിക്കുന്നതാണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. ഇതിൽ ടുമോറോ എന്നോ നെക്സ്റ്റ് വീക്ക് എന്നോ നെക്സ്റ്റ് ഡേ എന്നോ കൊടുത്തിരിക്കും. ചില കേസസിൽ അങ്ങനെ കൊടുക്കാറില്ല. അപ്പോൾ ദിസ് ഈസ് കോൾഡ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ്. ലെറ്റ് us move to the next one. I will be watching the match at 8 p.m. This time tomorrow, I will be flying to Paris. Look at these verbs. Will be watching, will be flying. ഇതൊരു പ്രത്യേക ഫോമാറ്റിലല്ലേ കൊടുത്തിരിക്കുന്നത്. വില്ലുണ്ട്, ബി ഉണ്ട്, ING ഫോമുണ്ട്, വേർബിൻ്റെ ING ഫോമുണ്ട്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ശരിക്കും ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത്. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ഡിനോട്ട്സ് an action which will be happening in future for some time. ഫ്യൂച്ചറിൽ, ഭാവിയിൽ ഏതോ ഒരു സമയത്ത് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറയാണ്. ഇതിനെയാണ് ശരിക്കും ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് അല്ലെങ്കിൽ ഫ്യൂച്ചർ പ്രോഗ്രസീവ് ടെൻസ് എന്ന് പറയുന്നത്. ഓൾ റൈറ്റ്, മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് വൺ. I will have completed the test by 10 a.m. We will have changed the house by next month. അപ്പോൾ ഇതിലെന്താണ് ആക്ഷൻ? ഞാൻ 10 മണിയാകുമ്പോഴേക്കും ഈ ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കും. ഞാൻ അടുത്ത മാസം ആകുമ്പോഴേക്കും എൻ്റെ വീട് മാറിക്കഴിഞ്ഞിരിക്കും. അപ്പോൾ ഇത് ഫ്യൂച്ചറിൽ ഒരു കാര്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞിരിക്കും എന്ന് പറയുന്നതിനാണ് ഈ ഒരു ഫോമാറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. വിൽ പ്ലസ് ഹാവ് പ്ലസ് വേർബ് നമ്പർ 3. ഇതിനെയാണ് നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. നെക്സ്റ്റ് വൺ. She will have been working on her thesis for a week by Friday. You will have been cleaning the house for 2 hours by the time I get home.
They will have been exercising for an hour by 8 a.m. Look at these sentences. ഇതിനകത്തുള്ള വേർബ് മാത്രം നോക്കിക്കേ. will have been working. ഇത്രയും വേർഡ്സ് ഉണ്ടല്ലേ. വില്ലുണ്ട്, ഹാവ് ഉണ്ട്, ബീൻ ഉണ്ട്, വർക്കിംഗ് ഉണ്ട്. ഇതിൻ്റെ അർത്ഥം ഒരു ആക്ഷൻ നമ്മൾ ഫ്യൂച്ചറിൽ സ്റ്റാർട്ട് ചെയ്ത് ഫ്യൂച്ചറിൽ തന്നെ ഏതോ ഒരു സമയം വരെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും എന്ന് പറയുന്നതാണ് നമ്മൾ ശരിക്കും ഈ ഒരു ഫോമാറ്റ്. ഷീ വിൽ ഹാവ് ബീൻ വർക്കിംഗ് ഓൺ ഹെർ തീസിസ് ഫോർ എ വീക്ക് ബൈ ഫ്രൈഡേ. ഇപ്പോൾ ഫ്രൈഡേ വരെ ആ സമയത്ത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. യു വിൽ ഹാവ് ബീൻ ക്ലീനിങ് ദ ഹൗസ് ഫോർ 2 hours ബൈ ദ ടൈം ഐ ഗെറ്റ് ഹോം. They will have been exercising for an hour by 8 a.m. അന്നേരം ഒരു പർട്ടിക്കുലർ ടൈം വരെ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിനെയാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫോമാറ്റ് വിൽ, ഹാവ്, ബീൻ, ing ഫോം ഓഫ് ദ വേർബ്. ഇനി നമുക്ക് 2 വർക്ക്ഷീറ്റ് ചെയ്യാം. ഐഡൻറ്റിഫൈ ദ ടെൻസ്. ഇത് ഏതൊക്കെ ടെൻസ് ആണെന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഇതിൽ ഓരോരോ ടെൻസ് എല്ലാം നമ്മളിപ്പോൾ പഠിച്ച എല്ലാ ടെൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം കമൻറ്റ് ബോക്സിൽ ആൻസർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.